നിലമ്പൂരിലെ പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്ന് ഇന്നലെ മുതൽ അയൽവാസികൾക്ക് കേൾക്കാൻ കഴിഞ്ഞൊരു ശബ്ദമുണ്ട്. മലയാള സിനിമയിലെ പ്രസിദ്ധമായ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലെ ആ രംഗവുമായിട്ട് അതിന് വല്ലാത്ത സാമ്യമുണ്ട്. ഏതെന്നല്ലേ? ജഗതി അവതരിപ്പിച്ച കഥാപാത്രം തമിഴ് പഠിക്കുകയാണ്. ഇതും പുത്തൻ വീടുമായിട്ട് എന്ത് ബന്ധമെന്ന് പറഞ്ഞാൽ, DMK നേതാക്കന്മാരെ കാണാൻ വേണ്ടി പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ പുത്രൻ കഴിഞ്ഞ ദിവസം പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ഇത്. DMK നേതാക്കന്മാരെ നേരിൽ കണ്ടിട്ട് ജപ്പാനിൽ നിന്നുള്ള കാർമേഘത്തിൻ്റെ കഥ പറയാൻ പറ്റില്ലല്ലോ, തമിഴ് പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അക്ക, ചക്ക, ഇങ്ങനെയുള്ള പല വാക്കുകളും ഇന്നലെ ഇതേ സിനിമയിലെ സമാനമായിട്ട് തലയും ചൊറിഞ്ഞുകൊണ്ട് ഷൗക്കത്ത് അലിയുടെ മകൻ പഠിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടു എന്ന് അയൽവാസികൾ പറയുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തമിഴ് വൊക്കാബുലറി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള യൂട്യൂബ് വീഡിയോകളും ഇതുമായിരുന്നു ആശ്രയം. കാര്യം തമിഴരെ സംബന്ധിക്കുന്നിടത്തോളം മലയാളം അത്ര പുരിയാതെ. സ്വാഭാവികമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തന്നെ തമിഴ് പഠിക്കണം. കാര്യം എന്താണ്? എൻ്റെ വയറ്റിപ്പിഴപ്പാണ്. അങ്ങനെയാണ് ഈ ദൃശ്യം അതേപോലെ അരങ്ങേറിയത്. ഇത് പഠിച്ചിട്ടാണ് നേരെ പോയി DMK ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഒരു സെക്യുലർ മാൻ ആകാനായിട്ട് സുഡാപ്പി ശ്രമിക്കുന്നത്. അണ്ണൻ, അക്ക, ചക്ക, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്തൊക്കെ കാണണമെന്നാണ് അച്ഛാ. പാണ്ട് എന്ന് പറയും പോലെ DMK കാരടുത്ത് നിന്നിട്ട് അവിടെ തമിഴ് പറഞ്ഞതിൻ്റെ വീഡിയോ അത് പുറത്തു വിട്ടിട്ടില്ല. അവിടെ ചെല്ലുന്നത് വരെയും പൊന്നാട അണിയിക്കുന്നത് വരെ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം സംസാരശേഷിക്കാരില്ലാത്ത അവരുടെ ആക്ഷൻ ലിപികളിലൂടെ കാണിച്ച് ബോധ്യപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരാൾ സ്വന്തം രാഷ്ട്രീയം പച്ച പിടിപ്പിക്കാൻ എന്തൊക്കെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുന്നു നോക്കൂ. ഞാൻ സെക്യുലറാണ്, ഞാൻ മതേതരനാണ് എന്നൊക്കെ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു തുടങ്ങിയപ്പോൾ DMKയുടെ തോളിൽ ചാരി ഞാനൊരു മതേതരനാകാനുള്ള ശ്രമമാണ് ആ തമിഴ് പഠനത്തിലൂടെ നടപ്പാക്കിയെടുക്കാൻ പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകൻ കുഴിമന്തി ഇക്കയുടെ ശ്രമമെന്ന് പറയേണ്ടി വരികയാണ്.